മനുവിനെയും കൊണ്ട് വന്നിരുന്നോ? വന്നിരുന്നു. ജീവനും മനു അകത്തുണ്ട്. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. രാവിലെ ജീവൻ വന്ന് അവനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടുള്ളൂ. ഞാൻ വിളിച്ചിട്ട് അവൻ കേട്ടത് പോലുമില്ല. വന്നിട്ട് എന്താ അവര് സംസാരിക്കുന്നത്? ജീവൻ മനുവിനെ കൂട്ടിക്കൊണ്ടുവന്നതില് എല്ലാവർക്കും നല്ല എതിർപ്പുണ്ടായിരുന്നു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. സാറ് അകത്തേക്ക് ചെല്ല. വേണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. അവർക്ക് സംസാരിക്കാനുള്ളത് അവർ സംസാരിക്കട്ടെ. അമ്മേ, ആര് ചെയ്താലും ഇതൊരു നല്ല കാര്യമല്ലേ? ജ്യോതിയെ കല്യാണം കഴിക്കേണ്ടത് മനു തന്നെയല്ലേ? എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല. രഘുവേട്ടൻ വരണം. ഇതൊക്കെ രഘുവേട്ടനും കൂടി ഉൾക്കൊള്ളാൻ പറ്റണം. അതിനെന്താ അമ്മേ, അച്ഛൻ വരട്ടെ. അച്ഛനോട് ഞാൻ സംസാരിക്കാം. ജ്യോതി, ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മാറിത്തരണം. നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം. മോളെ, ഞങ്ങളെല്ലാവരും അവനോട് പൊറുത്തിരിക്കുക. അത് നിനക്കും പറ്റണം. മനു, എടാ, അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക. നിസ്സാര വേദനയല്ലല്ലോ അവൾ ഇത്രയും നാൾ അനുഭവിച്ചത്. പക്ഷേ അവളെ കൂടെ കൂട്ടാമെന്ന് നീ പറഞ്ഞ തീരുമാനമുണ്ടല്ലോ, അവിടെ മോനെ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. പ്രായശ്ചിത്തം ചെയ്യുന്നവരോട് പൊറുക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഹരി, ഒരു മിനിറ്റ്. നീ എന്തിനിങ്ങനെ വിഷമിക്കുന്ന? നീ സത്യസന്ധമായി അവനെ സ്നേഹിച്ചിരുന്നല്ലേ? അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലേ? മനു ഇപ്പൊ പഴയ ആളൊന്നുമല്ല. അവനിപ്പോ ഒരു പൊസിഷനിലായിരിക്കുന്നെ. അവന് വേണമെങ്കിൽ ഒന്നും തുറന്നു പറയാതെ മുന്നോട്ട് പോവുകയും ചെയ്യായിരുന്നു. പക്ഷേ അവൻ നിന്നെ കാത്തിരുന്നില്ലേ? ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാന്ന് തീരുമാനിച്ചില്ലേ? നോക്ക്, ഞാനും അമ്മയും എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ വഴക്കടിച്ചിട്ടുണ്ട് നിനക്കൊരു വിവാഹം ഉണ്ടാവാൻ വേണ്ടി. പെണ്ണ് കാണൽ വരെ നടത്തിയതല്ലേ? അവിടെയൊക്കെ എന്തോ ഒരു തടസ്സം വന്നു. ആ തടസ്സത്തിന്റെ അർത്ഥം നിത്യേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായത് മോളെ. ഇങ്ങനെ ഒരാൾ വരാനുള്ള കാരണം കൊണ്ട്. നിത്യേച്ചി, പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അന്ന് എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. മോളെ, അതിനൊക്കെയുള്ള ഉത്തരം കൊണ്ടല്ലേ മനു വന്നത്. ഇതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ. ഏട്ടൻ്റെ ചിന്തകളിൽ മാറ്റം വന്ന നിമിഷം മുതൽ നിങ്ങളോടൊക്കെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് ഏട്ടൻ ചിന്തിക്കുന്നത്. മോളി കാര്യത്തിൽ വേറൊന്നും ചിന്തിക്കണ്ട. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും.
നീ ഇരിക്ക്. അവൻ നല്ലവനാ മോളെ. ഏട്ടനെ കൊണ്ടത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവനെ തല്ലാൻ പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഏട്ടൻ മനുഷ്യനായിരുന്നില്ലല്ലോ, ഒരു മൃഗമായിരുന്നില്ലേ? ഏട്ടാ, അമ്മയും അച്ഛനും ബാക്കി എല്ലാവരും കൂടി തീരുമാനമെടുത്ത എൻ്റെ മോളത് സമ്മതിക്കണം, കേട്ടല്ലോ? ഏട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഏട്ടനുണ്ട്. മോള് വിശ്വസിച്ചോ? ചിരിച്ചേ. എന്താടി?